ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയവും നടപടികളും തിരിച്ചറിയണമെങ്കിൽ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? ഇത് തിരിച്ചറിയാൻ എങ്ങനെ സാധിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തി. സങ്കീർത്തനകാരൻ 138 സങ്കീർത്തനത്തിൽ അതിൻ്റെ 23 വാക്യത്തിൽ പറയുകയാണ്, ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയം അറിയണമേ, എന്നെ പരിശോധിച്ച് എൻ്റെ നടപടികൾ ഗ്രഹിക്കണമേ. അപ്പോൾ ഒരു വ്യക്തിയെ ശോധന ചെയ്താൽ അവൻ്റെ ഹൃദയം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ അവനൊന്ന് പരിശോധിച്ചാൽ അവൻ്റെ നടപടികളെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ ദൈവം കണ്ടെത്തുന്ന മാർഗമാണ് ഇത്. നമുക്കും അപ്ലിക്കബിളാണ്. ഒരാളെ തിരിച്ചറിയണമെങ്കിൽ, അല്ലെങ്കിൽ എന്നെയും നിങ്ങളെയും പരസ്പരം ഒരു വേറെ വ്യക്തിക്ക് തിരിച്ചറിയണമെങ്കിൽ ഇങ്ങനെ ഒന്ന് നോക്കി അവനൊന്ന് ശോധന ചെയ്ത് നോക്കിയാൽ മതി. ശോധന പല രീതിയിൽ നമുക്ക് വരാം. ആ ശോധന എൻ്റെ ഹൃദയം എന്തിനോട് ചേർന്ന് നിൽക്കുന്നോ അത് ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. അതല്ലേ കർത്താവ് പറഞ്ഞു, ഹൃദയം നിറഞ്ഞ് അതരം സംസാരിക്കുന്നവർ. 2, നമ്മളെ പരിശോധിച്ച് നോക്കുമ്പോൾ, പല പരിശോധന ഉണ്ടാകുമ്പോൾ ആരും കാണാത്തപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്, എല്ലാവരും ഉള്ളപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്. അതെൻ്റെ നടപടിയാണ്, എൻ്റെ ആക്ഷൻസാണ്. അത് വെച്ച് നമുക്ക് ഒരാളെ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് നിൻ്റെ ഹൃദയവും നിൻ്റെ നടപടിയും ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ എന്ന് പരിശോധിച്ച് നോക്കുക. ദൈവം ഇല്ലെങ്കിൽ പരിശോധിച്ച് കണ്ടെത്തും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താം. ഞാൻ ഏത് ഹൃദയമുള്ളവനാണ്, എൻ്റെ പ്രവൃത്തികൾ ഏത് തരത്തിൽപ്പെട്ടതാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഈ പ്രഭാതം എനിക്കും നിങ്ങൾക്കും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായത് പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹം, ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നമ്മെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.